വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മാസ് ഫാമിലി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് വീട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാണിക്കാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു വീടാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഏട്ടന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വീട് പണി നടന്നിരുന്നത്. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് വീട് പണി ഞങ്ങൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ വയ്യായികയും ഡയാലിസിസും എല്ലാം കൂടി ആയപ്പോഴേക്ക് വീടിൻ്റെ പ്ലാനിങ് ഒക്കെ മാറിപ്പോയി. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട് കയറ്റിയിട്ട് അതിലേക്ക് മാറണം എന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഇതാണ് ചെന്ന് കയറുന്നത്, സിറ്റൗട്ടാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെയായിരുന്നു വീട് പണിയൊക്കെ നടന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് വീട് പണിയായിരുന്നു. പക്ഷേ വീട് കയറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികളൊക്കെ. അപ്പോൾ വീട്ടിൽ മൊത്തം ചെടികൾ വെക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കി. പിന്നെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലോട്ടാണ്. ഹാളിൽ ഇങ്ങനെ 2 റൂമാണ് വരുന്നത് കേട്ടോ. ഹാളിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കസേരകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചൂരൻ്റെ ഒരു സംഭവമുണ്ട് ഇവിടെ. ഇത് ലൈറ്റ് കത്തും, ഇതിൻ്റെ ഉള്ളിലൊരു ബൾബുണ്ട്, പിന്നെ മുകളിൽ 3 ലൈറ്റ് ഉണ്ട്. ഇത് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇത് ഞാൻ വലിയ നേർച്ചയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ്. പിന്നെ ഇത് സച്ചുവിൻ്റെ റൂം, ഇത് എൻ്റെ റൂം. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. പിന്നെ അങ്ങനെ വന്നിട്ട് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചണാണ്. കിച്ചണിൻ്റെ ഭാഗത്തൊരു റൂം. അങ്ങനെ 3 റൂമാണ്, ചെറിയ ചെറിയ റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വീട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് ഇറങ്ങും. അപ്പോൾ അടുക്കള എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വിടാറുണ്ട്. അങ്ങനെ ഈ സംഭവം അടുക്കള എന്ന് പറയുന്ന സംഭവത്തിന് സുപരിചിതമാവും. അപ്പോൾ ഇതൊക്കെയാണ് വീട്. പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ചെടികൾ പോയിട്ടോ. കാരണം വലിയേട്ടനായിരുന്നു ചെടികളുടെ ഒക്കെ ആള്. ഞാൻ എന്തായാലും ചെടികൾ അത്ര കൂടുതലൊന്നും നോക്കിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറേ ചെടികളൊക്കെ പോയി, കുറച്ച് ചെടികൾ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കിണറിൻ്റെ പടവും അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഈ ചെറപറ എന്ന് പറയുന്ന ഈ ചെടിയുടെ പൂവ് നല്ല കളറാട്ടോ, നല്ല മെറൂൺ കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് വീട്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരൊറ്റ ചെറിയൊരു തൈ വെച്ചതാണ്. ഇപ്പോൾ അത് ഇങ്ങനെ പടർന്നിട്ട് ഒരുപാട് പൂക്കൾ അതിലുണ്ടായിട്ടോ. ഇത് ഇവിടേക്കൊക്കെ നിത്യകല്യാണി എന്നാണ് പറയുക. ചില സ്ഥലത്തേക്ക് ശവന്നാറി എന്ന് പറയുന്നുണ്ടാവും. ഇനി പേര് വേറെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.